അകലെ നിന്ന് നോക്കുമ്പോൾ ശാന്തമാണെന്ന് തോന്നുന്ന കടൽ പോലെയാണ് പത്മരാജന്റെ കൃതികൾ. സൗമ്യമായി സമീപിച്ചാൽ കരയോരമിരുന്ന് തിരികെ പോരാമെന്ന തോന്നൽ തിരയേറി പോകുന്നത് വായനയിൽ മുങ്ങുമ്പോൾ തിരിച്ചറിയാനാകും. ആഴങ്ങളെ പേടിക്കാതെ അത് ആസ്വദിക്കാൻ തോന്നുന്ന കലയാണ് പിന്നെ പപ്പേട്ടൻ പഠിപ്പിച്ചു തരിക. മെല്ലെ മെല്ലെ ആഴ്ന്നാഴ്ന്ന് കര മറികടന്ന് കടലിനെ സ്നേഹിച്ചു തുടങ്ങുമപ്പോൾ. മരിക്കുന്നെങ്കിൽ ഞാൻ തീരുമാനിച്ചു, മനോഹരമായ ഈ ജലാശയത്തിൽ വീണു തന്നെയാകണം. ഫീനോബോർബിറ്റൽസിന് ഈ സൗന്ദര്യം ഉണ്ടാവും. കറന്റ് പായുന്ന വയറിന്, കയർക്കുരുക്കിന്, അറ്റുപോകുന്ന രക്തഞരമ്പുകൾക്ക് ഒന്നിനും കടലിന്റെ സൗന്ദര്യമില്ല. തണുപ്പൻ കാറ്റേറ്റ് വീഴുന്ന മഴത്തുള്ളികളുള്ള ഒരു മെയ് മാസമാണ് മലയാളിക്ക് പപ്പേട്ടനെ സമ്മാനിച്ചത്. പിറന്നു വീണ നിയോഗം പൂർത്തിയാക്കി മടങ്ങിയ ഗന്ധർവൻ ഇന്നും മനസ്സിൽ രഹസ്യമായി എരിഞ്ഞു നിൽക്കുന്നു. പത്മരാജൻ പിറന്നിട്ട് 80 വർഷങ്ങളായിരിക്കുന്നു. വീടില്ലാത്തവർക്ക് ആശ്രയമാകുന്ന ഇടം പോലെ. ജീവിതത്തിന്റെ നിശബ്ദ പ്രഹരമേറ്റ് ഉന്മാദിയായി ഓടിയെടുക്കാനുള്ള വായനായിടമാണ് പലർക്കും പപ്പേട്ടൻ. മഞ്ഞും മഴയും മരവും ശ്വാസവും അർത്ഥം നിറച്ച് മുന്നിൽ അക്ഷരരൂപമായി നിൽക്കുമപ്പോൾ. കഥയായും തിരക്കഥയായും നോവലായും മലയാളത്തിൽ പന്തലിച്ചു കിടക്കുന്ന ആ മഹാവൃക്ഷത്തെ പുണർന്നു കിടക്കാൻ കൊതിക്കാത്ത വായനക്കാരുണ്ടാവില്ല. പത്മരാജന്റെ മനുഷ്യ മനസ്സിനെ തളച്ചിടാൻ കരുത്തുള്ള ലാവാ പ്രവാഹം. വിശ്വനാഥന് ഗ്രാമങ്ങളോട് വെറുപ്പ് തോന്നി, നഗരങ്ങളോട് ഇഷ്ടവും. അവിടെ ആരും ആരെയും അറിയുന്നില്ലല്ലോ. തിരക്കിൽ ഊളിയിട്ട് കിടക്കുമ്പോൾ ചികഞ്ഞു നോക്കാനും മാന്തി എടുക്കാനും ആരും കടന്നു വരാറില്ലല്ലോ. കുറെ കാലമായി ഉള്ളിൽ മൂടിക്കെട്ടി വെച്ചിരിക്കുന്നവയെ എല്ലാം പത്മരാജൻ കൃതികൾ വലിച്ചു പുറത്തേക്കിടുന്നു. പഴയ ഇരുമ്പുവെട്ടിയിൽ ഓർമ്മകൾ ചികയും പോലെ പത്മരാജന്റെ രചനകളിൽ നമുക്ക് നമ്മെ തേടാം. ലഭിക്കുന്ന പൊടി പിടിച്ച ചിത്രങ്ങൾ അനാദികാലത്തേക്ക് എടുത്തു വെക്കപ്പെട്ടവയാണ്. മനസ്സിൽ ഉറഞ്ഞുപോയവ, പാറി വീഴുന്ന സംസാരച്ചീളുകൾ, ചിലപ്പോഴൊരു കലങ്ങിയ നോട്ടം, ഭീഷണമായ നീക്കങ്ങൾ, പിണക്കത്തിന്റെ മണം നിറയുന്ന മുറികൾ. ആ ലോകത്തു നിന്ന് പുറത്തു കടന്നാലും മടക്കമില്ലാതെ നമുക്കൊപ്പം പോരുന്ന ഒന്നുണ്ട്. അത് പപ്പേട്ടൻ തന്നെയാണ്. ലഹരി ഗുളിക വിഴുങ്ങിയവനെ പോലെ പത്മരാജനെ വഹിച്ചുകൊണ്ടേ നിങ്ങൾക്ക് പിന്നീട് ജീവിക്കാൻ സാധിക്കും. മോചനമില്ലാത്ത ഉന്മാദമായി മാറുന്ന പത്മകല, അതാണ് ആ വിരലുകൾ എഴുതി ബാക്കിയാക്കി പോയത്. ലോല മിൽഫോർഡ് എന്ന അമേരിക്കൻ പെൺകിടാവ് എന്ന കഥയാണ് പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ രചന. 1965 പ്രസിദ്ധീകരിച്ച ലോല മലയാളിയുടെ പ്രണയസങ്കല്പത്തിന്റെ അടിത്തറയായി മാറി. 6 പതിറ്റാണ്ടുകളായി ലോല ആവർത്തിക്കപ്പെടുന്നു. വീണ്ടും കാണുകയെന്നൊന്നും ഉണ്ടാകില്ല. നീ മരിച്ചതായി ഞാനും, ഞാൻ മരിച്ചതായി നീയും കണക്കാക്കുക. ചുംബിച്ച ചുണ്ടുകൾക്ക് വിട തരിക. സൗന്ദര്യമുള്ള കണ്ണുകളും ചുരുണ്ട മുടിയും അയഞ്ഞു വോയിൽ ജുബയും അണിഞ്ഞ വിഷാദമൂകനായ ദയയുടെ കാമുകനെ പൊട്ടിപ്പൊളിഞ്ഞ അവന്റെ പ്രണയത്തെ നമുക്ക് മുന്നിലേക്ക് എറിഞ്ഞിട്ട് നൽകി പത്മരാജൻ മാറി നിൽക്കുന്നു. സംഭവിക്കാനുള്ളത് വായനക്കാരന്റെ മനസ്സിൽ സംഭവിച്ചുകൊള്ളും. ഭ്രാന്തന്റെ കാലിലെ മുറിവാകണമെന്ന് പറഞ്ഞവളെ മറക്കാൻ ഇനിയും എത്ര മഴ നനയണം. ക്ലാരയുടെ ഓർമ്മകളിൽ തപിച്ചുപോയ 1000 മഴത്തുള്ളികൾ മോക്ഷം തേടി വീണ്ടും പെയ്തിറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ എപ്പോഴും ഓർക്കും, ഓരോ മുഖം കാണുമ്പോഴും ഓർക്കും. മുഖങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കല്ലേ. അങ്ങനെ കൂടിക്കൂടി ഒരു ദിവസം ഇതങ്ങ് മറക്കുമായിരിക്കും അല്ലേ. മറക്കുമെന്ന് പറഞ്ഞ് തിരശീല വീഴുമ്പോഴും നമുക്കറിയാം മറക്കില്ലെന്ന് മാത്രമല്ല, മറ്റെന്തിനേക്കാളും ഓർത്തിരിക്കും. കഥാപാത്രങ്ങളെ മാത്രമല്ല, കഥാകാരനെയും. ജനിക്കുന്നതിനും മരിക്കുന്നതിനും ഇടയിലെ 45 വർഷം കൊണ്ട് ഒരു മനുഷ്യന് നേടാവുന്ന പരമാവധി സ്നേഹം കിട്ടാനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ടാണ് പത്മരാജൻ വിടവാങ്ങിയത്. നക്ഷത്രലോകം അസൂയപ്പെട്ട് ആ താരകത്തെ തിരികെ വിളിച്ചതാണോ എന്ന് സംശയിച്ചു പോകും. ഇങ്ങനെ ഒരു പിറവി ഇനി ഉണ്ടാകുമോ എന്നറിയില്ല. അല്ല, ഉണ്ടാവേണ്ട കാര്യം ആവശ്യമില്ല. അല്ലേലും പത്മരാജന് പകരം മറ്റൊരാളെ ആർക്കാണ് സങ്കല്പിക്കാനാവുക? ഋതുഭേദങ്ങളുടെ പാരിതോഷികം. ഇടുങ്ങിയ ഗുഹ പോലുള്ള മനസ്സുമായി ജീവിക്കുന്നവരുടെ എണ്ണം കൂടുന്ന ഒരു കാലത്തെ അടയാളപ്പെടുത്തുന്ന നോവൽ. ചെയ്തു പോകുന്ന പലതരം തെറ്റുകളുടെ മാപ്പപേക്ഷയാണ് ആ ഗുഹയിൽ മുഴങ്ങുന്ന ഏക ശബ്ദം. തെറ്റെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സത്യത്തിന്റെ കുമ്പസാരക്കൂട്ടിൽ കയറി നിന്ന് പാപഭാരം ഒഴുക്കി കളയാൻ വിധിക്കപ്പെട്ടവർ ഒരു പ്രഹേളിക പോലെ ആ ഋതുഭേദങ്ങൾ തുടരുകയാണ്. മലയാള സാഹിത്യത്തിലെ ഗന്ധർവൻ
പി പത്മരാജന്റെ ഏറെ പ്രിയപ്പെട്ട നോവൽ. അവളുടെ കഥ. രാത്രി വളരെ ഇരുട്ടുന്നതുവരെ ഞങ്ങൾ തെരുവീഥികളിൽ അലഞ്ഞു നടന്നു. ഇടയ്ക്കിടെ തെരുവിളക്കുകളുടെ പ്രകാശം വന്നെത്താത്ത ഇരുട്ടിൽ അവൾ പെട്ടെന്ന് നിന്ന് എന്നെ ചുംബിച്ചു. നൈറ്റ് ക്ലബ്ബുകൾ കൂടുതൽ കൂടുതൽ ശബ്ദായാമനമായിക്കൊണ്ടിരുന്നു. ഞങ്ങൾ പരസ്പരം ഒന്നും സംസാരിച്ചിരുന്നില്ല. ഏതു നിമിഷവും ലോലയുടെ മുഖാവരണം തകരുമെന്നും അവൾ പൊട്ടിക്കരയുമെന്നും ഞാൻ ഭയപ്പെട്ടു. സ്ത്രീകളെ സംബന്ധിച്ച മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കഥകൾ എഴുതിയ പി പത്മരാജന്റെ ലോല, കൈകേയി, നക്ഷത്രദുഃഖം, സ്വയം, മൂവന്തി, പാർവതിക്കുട്ടി, കഴിഞ്ഞ വസന്തകാലത്തിൽ എന്നിങ്ങനെ 15 കഥകളുടെ സമാഹാരമാണ് അവളുടെ കഥ. മലയാളത്തിന്റെ സുവർണ കഥകൾ. അയാൾ പുറത്തിറങ്ങി വാതിലടച്ചു. ഹോട്ടൽ നിദ്രയിലാണ്. ധൃതിപ്പെട്ട് പടിയിറങ്ങുമ്പോൾ അയാൾ അവളുമായുള്ള വിചിത്രമായ ബന്ധത്തെക്കുറിച്ച് ഓർത്തു. ഇന്നും മകളുടെ ശവശരീരവും മടിയിൽ വെച്ചുകൊണ്ട് ഇരുട്ടിനോട് അവൾ ചോദിക്കും, നീ ആരാണ്? എന്റെ കുഞ്ഞിനെ കൊന്നിട്ട് പോയാ നീ ആരാണ്? വൈവിധ്യവും കരുത്തും വ്യക്തിത്വവുമാർന്ന പ്രതിപാദന ശൈലിയിലൂടെ പത്മരാജൻ മലയാള കഥയുടെ ഗന്ധർവനായി മാറുന്നു. കഥാകാരന്റെ ഏറ്റവും മികച്ച 14 കഥകൾ. കൈവരിയുടെ തെക്കേ അറ്റത്ത്. അതിന്റെ പേരിൽ വെറുക്കുന്നില്ല. അയാൾ അവളോട് പറയുന്നത് എന്തെന്നോ, ഇപ്പോൾ ഞാൻ നിന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. നിന്റെ ശരീരം നിന്റെ ആത്മാവിന്റെ ചെറിയ ഭാഗം മാത്രമല്ലേ, അതിലല്ലേ മറ്റൊരാൾ കൈവച്ചത്. ആ അവസരത്തിൽ നിന്റെ ആത്മാവിനും ശരീരത്തിനും ജീവനില്ലായിരുന്നു എന്നേ എനിക്ക് തോന്നുന്നുള്ളൂ. അവിഹിത ഗർഭത്തിലൂടെ ജന്മമെടുത്ത വേശ്യയായ സ്ത്രീയിൽ ജനിച്ച തന്റെ മകളെ ആരും അറിയാതെ ഹോട്ടൽ മുറിയിൽ വെച്ച് വിഷം കൊടുത്തു കൊന്നതിന് ശേഷം ഇറങ്ങിപ്പോകുന്ന നിശാശലഭത്തിലെ കഥാപാത്രം എത്ര അധികമായൊരു ഞെട്ടലാണ് വായനക്കാരനിൽ സമ്മാനിക്കുന്നതെന്നോ. എല്ലായ്പ്പോഴും ഏതോ ഒരാൾ എന്റെ പുറകെ എന്റെ ജീവൻ എടുക്കാൻ വേണ്ടി പതുങ്ങി പതുങ്ങി കുടിയിരിക്കുന്നു എന്ന് എനിക്ക് എന്നും തോന്നിയിട്ടുണ്ട്. ആളെ എനിക്കറിയില്ല, രൂപം നിശ്ചയമില്ല. തീരെ നനച്ചിരിക്കാതെ മരണം എന്റെ മേൽ ചാടി വീഴുമെന്നും ഞാൻ അതിനു മുന്നിൽ നിസ്സഹായനായി സാഷ്ടാംഗം വീഴുമെന്നും എനിക്ക് ഭയമുണ്ടായിരുന്നു എന്ന് പത്മരാജൻ എഴുതിയതിനെ അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത മരണവുമായി ചേർത്ത് വായിക്കുമ്പോൾ പ്രവചനവരത്തിന്റെ ധ്വനികൾ അതിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്. ഞാൻ ഒരേകാന്ത പഥികൻ. നക്ഷത്രങ്ങൾ പോലും വഴി കാണിക്കാനില്ലാത്ത ഈ രാത്രിയിൽ ശാപഗ്രസ്തമായ ഭൂതകാലത്തിന്റെ വ്രണങ്ങൾ നിറഞ്ഞ വിരലിൽ തൂങ്ങി ഇരുട്ടിലലയുന്ന ഒരന്ധനായ വഴിപോക്കൻ എന്നെഴുതിയതും പത്മരാജൻ തന്നെ. പ്രണയത്തിന് മഴയുടെ താളമാണെന്ന് തൂവാനത്തുമ്പികൾ പഠിപ്പിച്ചത് തലമുറകളെയാണ്. ആ സിനിമ ഇറങ്ങിയ കാലത്ത് ജനിച്ചിട്ട് പോലും ഇല്ലാതിരുന്നവർ പിൽക്കാലത്ത് അതിനെ പ്രണയത്തിന്റെ കൾട്ട് സിനിമയായി വാഴ്ത്തി. ആ സിനിമ പകർന്ന വൈകാരിക അനുഭവത്തെ ക്ലാരയെന്ന് വിളിച്ച് അവർ ഏതൊക്കെയോ മഴകൾ നനഞ്ഞു. ഓരോ ജനുവരി 24-ലും മറവിയുടെ സംവത്സരങ്ങളെ പിന്നിലാക്കി ഓർമ്മ പറയും പത്മരാജൻ ഇപ്പോഴും ഇവിടെയുണ്ടെന്ന്. പാലകൾ പൂത്തുപടർന്ന ഒരു നാട്ടുപാതയോരത്തോ തോരാമഴ കണ്ട് ഏതോ ജനാലയ്ക്ക് പിന്നിലോ നിന്ന് കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണെന്ന്. പത്മരാജന്റെ കഥകളും നോവലുകളും സിനിമകളും മലയാളിയുടെ ജീവിതത്തിലൂടെ ഇന്നും നിത്യേന എന്ന വണ്ണം കടന്നു പോകുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ പത്മരാജൻ കഥകളുടെയും കഥാപാത്രങ്ങളുടെയും നിഴൽ പല ചിത്രങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നു. ആവർത്തന വിരസത ഒട്ടുമേയില്ലാതെ മലയാളികൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. പത്മരാജൻ കഥകൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ പരാമർശിക്കപ്പെട്ട ചില ചിത്രങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ആദ്യം മനസ്സിലെത്തുക 2005-ൽ പുറത്തിറങ്ങിയ തന്മാത്രയാണ്. പത്മരാജന്റെ ഓർമ്മ എന്ന ചെറുകഥയെ ആധാരമാക്കിയാണ് അദ്ദേഹത്തിന്റെ ശിഷ്യൻ കൂടിയായ ബ്ലസ്സി ഈ ചിത്രം സംവിധാനം ചെയ്തത്. ഒരു അൽഷിമേഴ്സ് രോഗിയുടെ ജീവിതമായിരുന്നു ഇത് വൃത്തം. അനൂപ് മേനോൻ ജയസൂര്യ കൂട്ടുകെട്ടിൽ പിറന്ന ബ്യൂട്ടിഫുൾ എന്ന ത്രികോണ പ്രണയകഥയിൽ നായികയുടെ കടന്നുവരവ് തൂവാനത്തുമ്പികൾ എന്ന പത്മരാജൻ ചിത്രം നായകനും കൂട്ടുകാരനും ചേർന്ന് കാണുന്നതിന്റെ പശ്ചാത്തലത്തിലാണ്. ഒരു മഴ നനഞ്ഞാണ് അവൾ അവരുടെ വീട്ടിലേക്ക് വന്നു കയറുന്നത്. 2013-ൽ പുറത്തിറങ്ങിയ സക്കറിയയുടെ ഗർഭിണികൾ എന്ന അനീഷ് അൻവർ ചിത്രത്തിലും ഒരു പത്മരാജൻ കഥയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. സക്കറിയ എന്ന ഗൈനക്കോളജിസ്റ്റിന്റെ മുന്നിലെത്തിയ കൗമാരക്കാരിയും
അവിവാഹിതയുമായ ഗർഭിണി തന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് പറയാതെ പറയുന്ന ഒരു രംഗം ഈ ചിത്രത്തിലുണ്ട്. വളരെ നാടകീയമാണ് ആ രംഗം. കുഞ്ഞുങ്ങളില്ലാത്ത ഡോക്ടർക്കും ഭാര്യയ്ക്കും തന്റെ കുഞ്ഞിനെ നൽകി ഉപരിപഠനത്തിനായി നാട് വിട്ടു പോകും മുമ്പ് അവൾ ഒരു സമ്മാനം ഡോക്ടർക്ക് നൽകി. പത്മരാജന്റെ ഒരു കഥാസമാഹാരം. അതിൽ മൂവന്തി എന്ന കഥ പ്രത്യേകം അടയാളപ്പെടുത്തിയിരുന്നു. മകളെ അച്ഛൻ ബലാത്സംഗം ചെയ്തതിനെ പറ്റിയുള്ളതായിരുന്നു ആ കഥ. 2008 അനൂപ് മേനോന്റെ തിരക്കഥയിൽ രാജീവ് നാഥ് സംവിധാനം ചെയ്ത പകൽ നക്ഷത്രങ്ങൾ എന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തിലും പത്മരാജന്റെ നിഴലുകളുണ്ട്. സിദ്ധാർത്ഥൻ എന്ന സംവിധായകനെ അവതരിപ്പിച്ചത് മോഹൻലാൽ ആയിരുന്നു. ഒളിഞ്ഞും തെളിഞ്ഞും പത്മരാജൻ കഥകളും കഥാപാത്രങ്ങളും ഇന്നും വെള്ളിത്തിരയിൽ നിറയുമ്പോൾ ജനുവരി വരുത്തിയ ആ മഹാനഷ്ടത്തെക്കുറിച്ച് എങ്ങനെ ഓർക്കാതിരിക്കാനാവും മലയാളികൾക്ക്? പ്രണയവും പ്രതികാരവും രതിയും മൃത്യുഭീതിയുമെല്ലാം ഇഴപിരിഞ്ഞ മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളെ എഴുത്തിലും സിനിമയിലും വരച്ചിട്ട ആ പ്രതിഭയ്ക്ക് ഓർമ്മകൾ കൊണ്ടൊരു ബാഷ്പാഞ്ജലി. എല്ലാവർക്കും നല്ലൊരു വായനാ ദിനം ആശംസിക്കുന്നു. താങ്ക് യു.